ഉറപ്പ്. ഓക്കെ. ഇതെന്തത് നടക്കണ ബക്കറ്റാ? ഇതെവിടെ പോയി? ഇതേതാ ഈ ബക്കറ്റ്? ഇത് ഇവിടത്തെ അല്ലല്ലോ. പത്മം, പട്ടി അഴിച്ചു വിട്ടോ? ആ വിട്ടു ചേച്ചി. ഞാൻ കിടക്കാൻ പോവാ. നീ ലൈറ്റ് അടിച്ചിട്ട് കിടന്നോട്ടോ. ആ ശരി. ഉണ്ണിയുടെ സിഗ്നൽ വന്നു. നീ ഒരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുപോയിട്ടെ ആ പട്ടി കിട്ടുകൊടുക്കും. നീ അല്ല വീട്ടിൽ കയറിയത്. സത്യം പറയടാ, സത്യം പറയടാ. നീ അല്ലേ കയറിയത്? പറയടാ, പറയടാ, സത്യം പറയടാ. പറയടാ, നീ അല്ലേ കയറിയത്? സത്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ഇടിച്ചേ കൊല്ലും. പറയടാ, നീ എന്നെ വിട്ടു. സത്യം പറഞ്ഞു. നീ അല്ല വീട്ടിൽ കയറിയത്. പറയടാ, സത്യം പറയടാ. നീ അല്ല കയറിയത്. നീ അല്ലടാ കയറിയത്. ഞാൻ കേറിയില്ല സാറേ. പറയടാ, സത്യം പറയടാ. നീ എന്നടാ വീട്ടിൽ കയറിയ? പറയടാ. എന്റെ പൊന്നു സാറ്, എനിക്കൊന്നും അറിയത്തില്ല സാർ. ഞാൻ മോഷണം നിർത്തി വർഷങ്ങളായി സാറ്. നിർത്തിയ മോഷണം നീ എന്നാണ് തുടങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. പറയടാ, പറയടാ. നീ എന്നെ കയറിയത്. പറയടാ, പറയടാ. മതി ഗോപാല, മതി. ഇടിച്ചിട്ടുണ്ടല്ലോ നിന്റെ താടി. നീ ആരാടാ? പൃഥ്വിരാജ? എന്തൊരു നാറ്റോടാ. വിളിക്കയില്ല. ജാസ്മി വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ആ കളനെ പോക്കും. തന്നെ ഇന്നലെ കണ്ടുമുട്ടിയെങ്കിലും ഇത്ര പെട്ടെന്നൊരു പരാതിയായിട്ട് തന്റെ മുമ്പിൽ വരേണ്ട ഒരു ഞാൻ കരുതിയില്ല. ഓ, അതൊന്നും സാരമില്ലടോ. ഈ മോഷണം പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റെന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്റെ താലിമല തിരികെ കിട്ടണം. 100%. എന്തായാലും സർ പതിപോലെ തന്നെ കഥകം ചെല്ലൊന്നും തകർത്തിട്ടില്ല. പിന്നെ പട്ടി ഇപ്പോഴും മയക്കത്തിലാണ് സർ. ഈ ജോലിക്കാരി ആളെങ്ങനെയുണ്ട്? നല്ല സ്ത്രീയാ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അവൾ എന്റെ കൂടെ ഉള്ളതാ. ഈ
ഈ രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വാതിലുകളൊക്കെ അടയ്ക്കുന്നത്? ഒരു 8-8:30. അതിനു മുമ്പ് പട്ടി അഴിച്ചോടും. അപ്പൊ അതിനു മുമ്പ് കള്ളനകത്ത് കയറി. സാറേ ആ ജോലിക്കാരിക്ക് സാറിനോട് എന്തോ പറയണമെന്ന്. വിളിക്കേ. സർ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ആ വാ വാ വാ. നമസ്കാരം. നമസ്കാരം. എന്താ പറയാനുള്ളത്? സാറ്, ഞാൻ ഇന്നലെ രാത്രി പാത്രം കഴികൊണ്ടിരുന്നപ്പോഴേ പുറത്തൊരു ബക്കറ്റ് നീങ്ങണ പോലെ തോന്നി. ബക്കറ്റ് നീങ്ങുന്ന പോലെ? ആ, ഞാൻ വിചാരിച്ചു അത് വല്ല പട്ടിയും പൂച്ചയാണെന്ന്. പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ നോക്കാൻ വന്നപ്പോഴേ അതവിടെ കണ്ടില്ല സാറേ. തിരിച്ച് അകത്തേക്ക് കയറാൻ നേരം നോക്കിയപ്പോ ദേ ഇരിക്കുന്നു അടുക്കള അതിന്റെ അടുത്ത്. ഞാൻ എടുത്ത് നോക്കിയപ്പോ അതിന് 2 ഓട്ട ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബക്കറ്റ് അല്ലായിരുന്നു സാറേ. പിന്നെ കാലത്ത് നോക്കിയപ്പോ അതവിടെ കാണാനുമില്ല. ആ, ഈ ബക്കറ്റ് കണ്ടത് ഏകദേശം ഒരു എത്ര മണിക്കായിരിക്കും? അത് ഒരു 8 മണി ഉണ്ടാവും സാറേ. ആ, 8 മണി. ബക്കറ്റിന് എന്ത് വലിപ്പമുണ്ടാവും? ഇത്ര ഉണ്ടാവും സാറേ. അത് സാരമില്ല. ഹംസ, ഇവിടെയുള്ള ബക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേ. ആ, നോക്കിക്കേ, ഇതിലേതിൻ്റെങ്കിലും ഒക്കെ വലിപ്പം ഉണ്ടായിരുന്നോ? ഇതിനേക്കാളും കുറച്ച് വലുതായിരുന്നു സാറേ. ഓ, അപ്പോൾ ഒരു 2, 2.5, 3 അടി വലിപ്പം വരും അല്ലേ? ജാസ്മിൻ, താനൊന്ന് വിട്ടോ, ഞാൻ വിളിച്ചോളാം. ശരി. ആ ശരി. ആ നമസ്കാരം. സാറേ ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാ, ഉറപ്പാ. അതെനിക്കറിയാടൂ. ഈ ജാസ്മിൻ എൻ്റെ പഴയൊരു ക്ലാസ്മേറ്റാ. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് അവളെ ഒന്ന് ബോധിപ്പിക്കണ്ടേ, അതിന് ഞാനൊരു നമ്പർ ഇട്ടാ. എന്നാലും ആ ബക്കറ്റ് കഴിച്ചോടാ. വേണ്ട സാറേ. സാരമില്ല, അടിച്ചോ. അതല്ല സാറേ, ഞാനിത് നിർത്തിയതാണ്. അതുമല്ല സാറിനോട് ബഹുമാനക്കുറവാകും. അടിക്കല എടുത്തോ. സാറിനെ വിളിപ്പിച്ചെന്താണെങ്കിൽ മനസ്സിലായി. അവൻ മോശക്കാരനല്ല സാർ, പുലിയ. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. കൊല്ലാനും മടിക്കാത്ത കൂട്ടരാ. എടാ, നിനക്ക് എന്ത് വേണം ഞാൻ തരാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവനെ പൊക്കിയേ പറ്റൂ. നിനക്കാകുമ്പോ ഇതുപോലുള്ളവന്മാരെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ പൊക്കം കുറഞ്ഞൊരുത്തനാണ് ഇതിന്റെ പുറകില്. സാറ് ധൈര്യമായിട്ടിരി. പരുന്ത് കോഴിക്കുഞ്ഞ് റാഞ്ചും പോലെ ഞാൻ അവനെ പൊക്കിയിട്ട് സാറിനെ മുന്നിൽ കൊണ്ടിട്ട് തരാം. പക്ഷെ കുറച്ച് കാശ് ചെലവ് വരും. എന്തിന്? കുറച്ച് പേർക്ക് കുപ്പി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാ. ആ, നീ ഒരു കാര്യം ചെയ്യ്, നാളെ സ്റ്റേഷനിലോട്ട് വാ, ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. അല്ല, എനിക്ക് ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, സാർ അതിൽ ഇട്ടു മതി. ആ ശരി, ഇട്ട് തരാം. സാറേ എന്താ പറഞ്ഞ എന്താ? ഒരു ചെറുത്. ആ, എടുത്തു. ഓക്കെ സാർ. താങ്ക് യു സാർ. നിങ്ങക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളൻ. നിങ്ങക്ക് നാണമില്ലേ? എടീ, മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് നീ കേട്ടിട്ടില്ലേ? അതാണ് എന്റെ തന്ത്രം. അവസാനം ഈ മുള്ളേ നിങ്ങളുടെ തൊണ്ട തന്നെ കുത്തി കേറരുത്, പറഞ്ഞേക്കാം. ഓ, നെഗറ്റീവ്. തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ നീ ഒന്ന് പോയേ. ഇവിടെ ഒരു വരാൻ സാധ്യതയില്ല, മൊത്തം പട്ടികള. ഓം പവിത്രം പാവനാശനം ആയുർതേജോ ബലം സൗഖ്യം പിതൃകർമ്മ ക്രിയാഹം. ആ ഇലയിലെ ഒരു ഉരുളയെടുത്ത് കുടുംബ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് അതും ഇലയിൽ വയ്ക്കുക, കൈ നനയ്ക്കുക.